തന്നിഷ്ടത്തിന്റെ ജയിലറയിൽ നിന്ന് നിന്നെ പുറത്തിറക്കി അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിച്ചവരാണ് നിന്റെ യഥാർത്ഥ ശൈഖ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാപങ്ങളും നമ്മുടെ ദേഹിച്ചകളും നമ്മുടെ ആഗ്രഹങ്ങളും ഇതൊക്കെ യഥാർത്ഥത്തിൽ ദുനിയാവിന്റെ മോഹങ്ങളെല്ലാം ഒരു ജയിലറയാണ് അല്ലേ? മുത്തുനബി പറഞ്ഞിട്ടില്ലേ, വിശ്വാസികൾക്ക് ദുനിയാവ് ഒരു ജയിലറ പോലെയാണ്, പിന്നെ അവിശ്വാസികൾക്ക് അവർക്ക് ഒരു സ്വർഗമാണ്. നേരെ മറിച്ച് വിശ്വാസികളുടെ സ്വർഗം കാലാകാലം നിലനിൽക്കുന്ന ആഖിറത്തിലാണ്. അപ്പോ ഇവിടെ എല്ലാം ഒരു ജയിലറയാണ്, നമുക്ക് ഒരു തടവറയാണ്. തടവറയാകുമ്പോൾ നമ്മൾ അതില് കുടുസായി, ഹമ്മായി, വിഷമങ്ങളായി, പരാതിയായി, ഒന്നും എപ്പോഴും തൃപ്തിയില്ലാത്തൊരു ഒരു അവസ്ഥയായിരിക്കും നമ്മൾ തന്നിഷ്ടത്തിൽ ജീവിക്കുമ്പോൾ. നമ്മൾ തന്നിഷ്ടം എന്നും നമ്മൾ വിചാരിച്ച പോലെ ആവണമെന്നില്ല. എനിക്കൊരു ഇഷ്ടമുണ്ടായി, ഇന്നത് സാധിച്ചു, അതേ ഇഷ്ടം നാളെ സാധിക്കണം എന്നില്ല. ദുനിയാവ് അങ്ങനെയാണ്. സാധിക്കാതെ വരുമ്പം നമുക്ക് ഹമ്മ് വരും, നമുക്ക് വിഷമം വരും, നമുക്ക് പ്രയാസം വരും. ആ ഒരു തടവറയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? സ്ട്രെസ് വരും, നമുക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലം വരും അല്ലേ? എല്ലാവരെയും അവസ്ഥ അങ്ങനെയാണ്. കാരണം അവരാ തന്നിഷ്ടത്തിന്റെ ഈഗോ എന്ന ലോകത്തുള്ള തടവറയിലാണ്, അവർക്കൊരു സന്തോഷമില്ല. അപ്പൊ അങ്ങനത്തെ തടവറയിൽ നിന്ന് യഥാർത്ഥ അള്ളാഹുവിന്റെ ഹദ്റത്താവുന്ന ഒരു ഹാലിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സെന്നും തൃപ്തിയുള്ളതായിരിക്കും. ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ അള്ളാഹുവിന്റെ കൂടെയാണെന്നുള്ള ബോധമാകുമ്പം അള്ളാഹുവിന്റെ തൃപ്തി നമ്മളിൽ ഉണ്ടാവും, എപ്പോഴും സന്തോഷമായിരിക്കും. അപ്പൊ അതാണ് ഒരു യഥാർത്ഥ ശൈഖ് നിങ്ങളെ ഇതിലേക്ക് എത്തിക്കുക. നിങ്ങളെ ഇത്തരം ഈഗോയിൽ നിന്നും നിങ്ങളൊരു തന്നിഷ്ടത്തിൽ നിന്നും പുറത്തിറക്കി അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് പ്രവേശിപ്പിക്കുക.